കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഉടമ ബിജുകുമാറിന്റെയും ഭാര്യ ഡോക്ടർ മീരയുടെയും കൊലപാതകത്തിലെ പ്രതിയെ ഇന്നലെ കോട്ടയം പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടുത്തെ SP ഷാഹുൽ ഹമീദിനും അവിടുത്തെ 2 DYSPമാരും അത് അന്വേഷിച്ച സർക്കിൾ ഇൻസ്പെക്ടർമാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. കാരണം തുടക്കത്തിൽ നമുക്ക് പല കാര്യങ്ങളും സംശയം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ആ കേസിന്റെ ഓപ്പറേഷൻ രീതി കൊണ്ടാണ് സംശയം വന്നത്. പക്ഷേ പോലീസ് ഏറ്റവും പരമപ്രധാനമായ ഒരു എവിഡൻസ് കണ്ടെടുത്തു. അതുകൊണ്ടാണ് പോലീസിനെ അഭിനന്ദിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് പോയ 3 മൊബൈൽ ഫോൺ അത് കൃത്യമായി പ്രതിയുടെ പക്കൽ നിന്ന് കിട്ടി. ഡിജിറ്റലായിട്ട് പ്രതിയുടെ നോളജ് വെച്ചിട്ട് ആ 3 മൊബൈൽ ഫോണിനകത്തുള്ള ചില ഭാഗങ്ങൾ അയാൾ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പോലീസ് അവിടെ കയറി പിടിച്ചു. അതോടുകൂടി പോലീസ് അയാളുടെ ലൊക്കേഷൻ കണ്ടെത്തി. കൃത്യമായി പോലീസ് മൂവ് ചെയ്തു, അയാളെ കസ്റ്റഡിയിൽ എടുത്തു. അത് തന്നെയല്ല, കസ്റ്റഡിയിൽ എടുത്തപ്പം മൊബൈൽ ഫോണ് അതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എവിഡൻസ്. 27 എവിഡൻസ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. അത് തീർച്ചയായിട്ടും വളരെ വൈറ്റൽ എവിഡൻസ് ആണ്. ഒരാളെ കൊന്നിട്ട് അയാളെ കഴുത്തിലെ മാലയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കൊന്നിട്ട് അവരുടെ മാലയോ അവരുടെ ഏതെങ്കിലും വസ്തുതകൾ അല്ലെ വസ്തുക്കൾ അത് ആ മരിച്ച ആൾക്കാർ അത് കൊന്നയാളും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതാണ്. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 3 മൊബൈൽ ഫോണ്, 4 സിം അത് ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അയാളുടെ ലൊക്കേഷൻ പോലീസ് കണ്ടെത്തി അവിടെ പാഞ്ഞെത്തി അയാളെ കസ്റ്റഡിയിൽ എടുത്തത്. എന്തായാലും അതൊരു വൈറ്റൽ എവിഡൻസ് ആണ്. ഇനി വേറൊരാൾ കുറ്റം സമ്മതിച്ചാലും കോടതിയോ പോലീസോ ഇയാളെ വിടാൻ കഴിയില്ല. കാരണം അത്ര വൈറ്റലായ ഒരു എവിഡൻസ് ആണ് 27 എവിഡൻസ് ആക്ടിന്റെ പരിധി വരുന്ന അത് കണ്ടെത്തി എന്നുള്ളതാണ്. കാരണം 27 എവിഡൻസ് ആക്ട് ഒരു പ്രതിയുടെ കുറ്റസമ്മത മൊഴി ഇന്ത്യൻ കോടതികൾ എങ്ങും സ്വീകരിക്കത്തില്ല. പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ട മരണപ്പെട്ട ആളിന്റെ എന്തെങ്കിലും വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് പ്രതിയുടെ മൊഴി അനുസരിച്ച് ഒളിച്ചു വെച്ചിരുന്ന കസ്റ്റഡിയിൽ എടുത്താൽ അത് വളരെ വൈറ്റൽ എവിഡൻസ് ആണ്. പിന്നെ നമുക്ക് സാക്ഷിയൊന്നും വേണ്ട. കാരണം അത് മതി ഒരാളെ ശിക്ഷിക്കാൻ. ഇവിടെ ആ വീട്ടിൽ നിന്ന് പോയ 3 മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. അതുകൊണ്ട് അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അത് തന്നെയല്ല, ഈ കേസിനകത്ത് അയാളെ ഫിക്സ് ചെയ്യാൻ അമിത് ഉറാങ്ങുന്ന ആസാംകാരന് ക്രിമിനലിനെ ഫിക്സ് ചെയ്യാൻ പോലീസിന്റെ കയ്യിൽ ധാരാളം എവിഡൻസ് കിട്ടിക്കഴിഞ്ഞു. അതിന്റെ DVR അയാൾ എടുത്ത് അവിടെ അടുത്തുള്ള ചെറിയൊരു പുഴയിലെ ചെറിയൊരു അരുവിയിലെ അയാൾ വലിച്ചെറിഞ്ഞിരുന്നു. അത് ഇന്നലെ പോലീസ് അവിടുത്തെ മുങ്ങൽ വിദഗ്ധരും കൂടി അത് കസ്റ്റഡിയിലെടുത്തു. അതൊരു വൈറ്റൽ എവിഡൻസ് ആണ്. അതിനകത്തുള്ള ആ DVRനകത്തുള്ള ആ വിഷ്വൽസ് വെള്ളം കയറി നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്തായാലും അത് കണ്ടെടുത്തിട്ടുണ്ട്. അത് ആ വീട്ടിലിരുന്ന സാധനമാണ്. അത് പ്രതി മുഖേനയാണ് കണ്ടെടുത്തിരിക്കുന്നത്. അത് 27 എവിഡൻസ് ആക്ടിന്റെ 27 തെളിവ് നിയമത്തിന്റെ അല്ലെങ്കിൽ 21 BSIയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. കൂടാതെ പ്രതിയെ കണക്ട് ചെയ്യുന്ന ധാരാളം എവിഡൻസസ് പോലീസ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഫിംഗർ പ്രിന്റ് ലഭിച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് ആ വീടിന്റെ മുൻവശത്തെ ജനലിൽ നിന്ന് ലഭിച്ചു. അവിടെ സ്ക്രൂ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് തുളയ്ക്കാൻ ശ്രമിച്ച സമയത്ത് അതിലൂടെ കൈയിട്ട് മറ്റേ വാതില് തുറന്നതും ആ ഭാഗത്തുള്ള അവിടെ മിനുസമുള്ള പ്രതലത്തിലുള്ള ഫിംഗർ പ്രിന്റുകൾ ജനലിൽ നിന്നുള്ള വീടിനകത്തു നിന്ന് ലഭിച്ചു. അത് വളരെ വൈറ്റൽ എവിഡൻസസ് ആണ്. അതുപോലെ തന്നെ ബിനോ ലോഡ്ജിൽ ഇയാൾ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന് താമസിച്ച റെക്കോർഡുണ്ട്. ഇയാൾ അവിടെ ഉണ്ട്. അവിടെ പ്ലാറ്റ്ഫോമിൽ കയറണമെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ഒരെണ്ണം വീടിന്റെ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് അയാൾ ബിനോ അവിടെ താമസിച്ച ലോഡ്ജിന്റെ പരിധി അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ ലൊക്കേഷൻ അതിനൊരു അഡീഷണൽ എവിഡൻസ് തന്നെയാണ്. ഏതായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം മോട്ടീവ് വളരെ കൃത്യമാണ്. വ്യക്തിവൈരാഗ്യം. ഇയാള് 2-3 വർഷം ആ വീട്ടില് അയാളുടെ ഇന്ദ്രപ്രസ്ഥത്തിലൊക്കെ ജോലിക്കാരനായിട്ട് നിന്നയാളാണ്.
ഇവരോടുള്ള വ്യക്തിവൈരാഗ്യം, ഇയാളുടെ ഭാര്യ പിണങ്ങിപ്പോയത് ഇവർ കാരണമാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ വീട്ടിൽ നിന്ന് ഇയാളൊരു മൊബൈൽ ഫോൺ എടുത്ത് അതിനകത്ത് നിന്ന് ആ മൊബൈൽ കൂടി മോഷണം നടത്തിയ ഇയാള് അവിടെ ജോലിക്കാരനായിട്ട് നിൽക്കുമ്പം ഏകദേശം 90,000 രൂപ ആദ്യം എടുക്കുകയും മൊത്തം 2.5 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത്. അതുകൊണ്ട് ഇയാളെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിട്ട ശേഷം ആ പണം തിരിച്ചു കിട്ടിയോ നമുക്കറിയില്ല. പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്തതെന്നും അറിയില്ല. ചിലപ്പോൾ കിട്ടിയിരിക്കാം. അതിനുശേഷം ഇയാൾ ആ വീട്ടിൽ വന്ന് ഇവരോട് വൈരാഗ്യത്തിന് തെറിയും ചീത്തയും വിളിച്ചു. വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു. അതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് വിജയകുമാർ പരാതി കൊടുത്തു. അറസ്റ്റ് ചെയ്ത് ഇയാളെ റിമാൻഡ് ചെയ്തു. ഏകദേശം 5.5 മാസത്തോളം ജയിലിൽ കിടന്നു. തനിക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ ആളില്ല. അവിടെ പ്രൊഫഷണലായിട്ട് ജാമ്യത്തിൽ ഇറങ്ങുന്ന 2 സ്ത്രീകളാണ്. പലരെയും ജാമ്യത്തിൽ ഇറക്കുന്ന അവരാണ്. അവര് ഇയാൾക്ക് വേണ്ടി ജാമ്യം നിന്ന് ഇയാളെ ജാമ്യത്തിൽ ഇറക്കി. അതിനുശേഷം ഇവരോട് വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് പല പ്രാവശ്യം വീട്ടിൽ രാത്രിയും പകലും ഒക്കെ വന്നു പോയി. അതിനുശേഷം ആ വീട്ടിലൊരു സെക്യൂരിറ്റിക്കാരനുണ്ട്. അയാൾ ഈ സംഭവം അറിഞ്ഞേയില്ല. പ്രായമുള്ള ആളായിരിക്കാം. രാത്രിയിലെ സംഭവം അയാൾ അറിഞ്ഞിട്ടില്ല. 2 ലാബ്രഡോർ പട്ടികളുണ്ട്. ആ പട്ടികൾ 2ഉം വീടിനകത്ത് അവശ നിലയിൽ കാണപ്പെട്ടു. പട്ടികൾ കുരയ്ക്കാത്തതിന്റെ കാരണം പരിചയമുള്ള ആളായതുകൊണ്ടായിരിക്കാം. എങ്കിലും ആ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ശബ്ദം കേൾക്കുമ്പോൾ കുരയ്ക്കണമല്ലോ. പിന്നെ ജനലിൽ ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് പട്ടി വീണ്ടും കുരയ്ക്കാതെ പോയിരിക്കാം. പട്ടിക്ക് ആഹാരം, ഇഷ്ടമുള്ള ആഹാരം എന്താണെന്ന് ഇയാൾക്കറിയാം. അത് കൊടുത്തിട്ടുണ്ടാവും. പട്ട് സൈലൻസിലോട്ട് നിന്നു. എന്തായാലും വളരെ ദുരൂഹമായ ഒരു കൊലപാതകമായിരുന്നു. ഏതായാലും 24-48 മണിക്കൂറിനുള്ളിൽ കോട്ടയം പോലീസ് അത് കണ്ടെത്തി. അവരെ ആദ്യത്തെ ലീഡ് തന്നെ കറക്റ്റ് ആയിരുന്നു. കാരണം ഇയാൾ തന്നെയാണ് പ്രതി എന്ന് അവർക്ക് മനസ്സിലുണ്ടായിരുന്നു. ഇയാളെ കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ജോബ്. അതേതായാലും അയാൾ മൊബൈല് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പം ഉള്ള ആ ഒരു ലീഡ് വെച്ച് പോലീസ് ലൊക്കേഷൻ കണ്ടെത്തി. അത് മാളയിലെ ഒരു കോഴി ഫാമിലെ ആസാംകാരും അന്യസംസ്ഥാന തൊഴിലാളികളും ഉള്ള സ്ഥലത്ത് ഇയാൾ പോയി കിടന്നു. അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ആ ഗൂഗിളിലുള്ള പല നമ്പറുകളും വിജയകുമാറിന്റെ ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഏതായാലും അങ്ങനെയാണ് അതിനകത്തൊരു പോലീസിന് അതിനകത്തൊരു ഇമെയിലോ ഏതോ ഓപ്പൺ ചെയ്യാൻ ഇയാൾ ശ്രമിച്ചപ്പോഴാണ് പോലീസ് കറക്റ്റായിട്ട് ലൊക്കേഷൻ പിടികിട്ടി. ഏതായാലും അത് ഡിജിറ്റലായിട്ടുള്ള കേരള പോലീസിന്റെ അന്വേഷണം മികവ് പല കേസിനകത്ത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ അത് തന്നെ സംഭവിച്ചു. അങ്ങനെയാണ് അയാളെ ലൊക്കേറ്റ് ചെയ്തത്. എന്തായാലും ഈ കേസിന്റെ പ്രോസിക്യൂഷൻ വളരെ ശക്തമായിട്ട് പോലീസ് നടത്തും. കാരണം ധാരാളം എവിഡൻസുകളുണ്ട്. 90 ദിവസത്തിനകം ചാർജ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. കാരണം അതിനകത്ത് ഇനി ആ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് അവരുടെ കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന്, 2 പേരെ എങ്ങനെ വെട്ടിക്കൊന്നെന്ന് കൃത്യമായി പോസ്റ്റ്മോർട്ടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ വിസറ, അത് തീർച്ചയായിട്ടും അത് കോടതിയുടെ ട്രയൽ സമയത്ത് അതിന്റെ റിസൾട്ട് വന്നാൽ മതി. അല്ലാതെ തന്നെ ആ പോസ്റ്റ്മോർട്ടത്തിലെ 2 പേരുടെയും പോസ്റ്റ്മോർട്ടത്തിൽ എങ്ങനെയാണ് കൊന്നതെന്നും വൈറ്റലായിട്ടുള്ള ആ മുറിവുകൾ എന്താണെന്നും ഒക്കെ പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. കോസ് ഓഫ് ഡെത്ത് 2 പേര് കോടാലി കൊണ്ട് തലക്കിട്ടടിച്ചതും കോടാലി കൊണ്ട് കഴുത്ത് വെട്ടിയതും തന്നെ മുഖം വികൃതമാക്കിയിട്ടുണ്ട്. ആ വൈരാഗ്യത്തിന്റെ കൂടുതൽ കൊണ്ട് 2 പേരെയും അവർ അൺഡ്രസ് ചെയ്തു. അവരെ 2 പേരെയും 2 സ്ഥലത്താണെങ്കിലും അത് അൺഡ്രസ് ചെയ്ത് ആണ് കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് തന്നെയല്ല, ആ വൈരാഗ്യത്തിന്റെ തോത് കൂടുതലാണ് എന്ന് പ്രതി പറഞ്ഞതും അത് പോലീസ് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അവർ 2 പേരുടെ കഴുത്തിൽ സ്വർണ്ണാഭരണങ്ങളുണ്ട്, അതെടുത്തിട്ടില്ല. ആ വീട്ടിൽ വീണ്ടും സ്വർണ്ണാഭരണങ്ങൾ ധാരാളം കാണാൻ സാധ്യതയുണ്ട്, പണം കാണാൻ സാധ്യതയുണ്ട്, അതൊന്നും എടുത്തിട്ടില്ല. അപ്പൊ മർഡർ ഫോർ ഗെയിൻ എന്ന ആ പരിധിയിൽ ഈ കൊലക്കേസ് വരുന്നില്ല. യഥാർത്ഥത്തില് ഇത് ഒരു വൈരാഗ്യം ഉള്ള ഒരു വ്യക്തി ചെയ്തതാണെന്ന് ആ പ്രതി പറയുകയും പോലീസിന് ഉള്ള എവിഡൻസ് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് വൈരാഗ്യത്തിൽ തന്നെ ഇവരെ 2 പേരെ തീർത്തു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് തന്നെയല്ല, എത്ര സൂക്ഷ്മമായിട്ട് അവിടുത്തെ ഒരു കോട്ട കെട്ടി അതിനകത്ത് ഇത്ര ബൃഹത്തായ ഒരു വീട് വെച്ചു. അവിടെ സെക്യൂരിറ്റിക്കാരുണ്ട്, ജീവനക്കാരുണ്ട്, അവിടെ 2 ലാബ്രഡോർ പട്ടികളുമുണ്ട്. അത്ര കർശനമായ ഒരു സെക്യൂരിറ്റിക്കകത്ത് ജീവിച്ച ആളെ 2 പേരെയും കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ അതിശയകരമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ മറ്റൊരാളെ കൊലപ്പെടുത്താൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഏത് വിധത്തിലും അയാളെ കൊലപ്പെടുത്തും എന്ന് ഇതിൽ നിന്നൊരു പാഠം കൂടെ നമുക്ക് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു.